രാവിലെ ദോശ ഇടാൻ ഇച്ചിരി എണ്ണ ഇട്ടു. ഇച്ചിരി എണ്ണ ഇട്ടു. രാവിലെ നമുക്ക് ദോശ നമുക്കൊരു ഈ ചകിരിയുടെ ഒരെണ്ണം വെച്ച് തൂത്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഇപ്പം സ്പൂണ് വെച്ച് തന്നെയാണ് ഒരു ശകലം പുറത്ത് പോയി ഒരു വാഴയുടെ ഇത് കണ്ടിച്ചുകൊണ്ട് വന്നോണ്ട് തൂക്കാവിൻ്റെ ഒന്ന് ഇരിക്കും. നമുക്ക് ഈ പിന്നെ നമ്മളിവിടെ ഒന്നും ദോശക്കല്ലൊന്നും മേടിച്ചില്ല. നമുക്ക് ഇതേ ഉള്ളൂ. ഇത് വെച്ച് ഉണ്ടാക്കി നോക്കാം. നന്നായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, ദോശയുണ്ട്. ഇവിടെ വന്നേ പിന്നെ അധികം വീഡിയോ ഒന്നും നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു വെട്ടക്കുറവിൻ്റെ ഒക്കെ ലൈറ്റ് നമ്മൾ വീട് പണി കഴിഞ്ഞെങ്കിലും കുറച്ചുകൂടെ ഒക്കെ ഇനിയും ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അവരെ നമ്മൾ എന്നും വിളിച്ചുകൊണ്ടിരിക്കുക. അവർ വരാമെന്നൊക്കെ അവിടെ. ഇപ്പം നമ്മളിവിടെ വന്നേ പിന്നെ മംഗലത്തിലാണ് ചോറ് വെക്കുന്നത്. ഇൻഡക്ഷൻ ഇതുകൊണ്ട് എന്നാലും നമ്മൾ മംഗലത്തിൽ ഇട്ട് വെളിയിൽ വെച്ച് പൊട്ടാൻ ഇഷ്ടം പോലുണ്ട്. അപ്പം നമ്മൾ വെളിയിൽ വെച്ച് മംഗലത്തിൽ വെക്കും. പിന്നെ രാവിലെ ഇനി ഒരു ചമ്മന്തിക്കൂടെ അരയ്ക്കണം. ചമ്മന്തിയും കൂടെ അരയ്ക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു ദോശ ഇതേന്നൊക്കെ ഇളകാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഈ തവയില്ലേ, ഇതൊക്കെ മയങ്ങി വരണമെങ്കിലും കുറേ സമയം വേണ്ടതല്ല. ഇളകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എങ്ങനെയും അതൊന്ന് ഇളക്കണം. ഒരെണ്ണമൊക്കെ അങ്ങ് ചുട്ട് 1-2 ചുട്ട് കഴിയുമ്പോൾ നല്ലതായിരിക്കും. ഇച്ചിരി എണ്ണയൊക്കെ അതിന് ഒഴിച്ചു കൊടുക്കും. ഇച്ചിരി ഈ നല്ലെണ്ണ എടുത്തേക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്. എന്നാലും നമ്മൾ നാട്ടിൽ വരുമ്പം വേറൊരു രീതി, ഡൽഹി വേറൊരു രീതി. ഇപ്പം നമ്മളൊരു വീടൊക്കെ വെച്ചതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ദിവസം നിൽക്കണമെന്നാണ് ഇന്ന്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അധികം സാധനമൊന്നും മേടിച്ചിട്ടില്ല. ഉള്ള സാധനമൊക്കെ കൊണ്ട് തന്നെ പാറുക കിടന്ന് ഈ ബഹളം വെക്കുന്നതില്ല.